വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയായ ആ പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിധി ഇന്ന് കേരളം പ്രതീക്ഷിച്ച രീതിയിലല്ല വന്നത്. ചൂരക്കുളം എസ്റ്റേറ്റിലെ അർജുൻ എന്ന യുവാവായിരുന്നു പ്രതി. കുട്ടിയുമായി വളരെ ചെറുതിലേ മുതൽ ബന്ധം സ്ഥാപിച്ചിരുന്ന പ്രതിയെ ആ തരത്തിൽ കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. അതിൽ നിരവധിയായ തെളിവുകൾ അവർ നിരത്തിയെന്ന് മാധ്യമങ്ങളോടും കോടതിയോടും മറ്റും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ കോടതി വിധി വന്നത് മറിച്ച്. ബലാത്സംഗത്തിനും കൊലപാതകത്തിനും യാതൊരുവിധ തെളിവുകളും, പ്രത്യേകിച്ച് ശാസ്ത്രീയ തെളിവുകളൊന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. കട്ടപ്പനയിലെ അതിവേഗ സ്പെഷ്യൽ കോടതിയാണ് ഈ വിധിന്യായം പുറപ്പെടുവിച്ചത്. കേരളം ഈ വിധിന്യായം കേട്ടപ്പോൾ പലവിധ സംശയങ്ങൾ പറഞ്ഞു, പലവിധ ചർച്ചകൾ നടന്നു. പ്രധാന കാര്യം എന്തുകൊണ്ട്, ആർക്കാണ് ഇവിടെ പിഴവ് സംഭവിച്ചത് എന്നുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്, പ്രോസിക്യൂഷൻ അഭിഭാഷകർക്ക് എവിടെയാണ് പിഴച്ചത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയരുകയാണ്. അത് കോടതിക്ക് മുന്നിൽ എന്തൊക്കെ പറഞ്ഞാലും മാധ്യമങ്ങളുടെ വിചാരണയല്ല, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒപ്പീനിയനല്ല. കോടതിക്ക് മുന്നിൽ വളരെ കൃത്യമായ തെളിവുകളാണ് ഹാജരാക്കേണ്ടത്. ഇവിടെ ആ തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല എന്നത് പരമാർത്ഥമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതിഭാഗം അഭിഭാഷകനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പ്രതിഭാഗം അഭിഭാഷകൻ ഈ അർജുന് വേണ്ടി ദീർഘനാളായി ഈ നിയമരംഗത്ത് ഉള്ള ആളാണ്. അർജുനെ കേസിൽ പെടുത്തിയതാണ് എന്നാണ് ഈ പ്രതിഭാഗം അഭിഭാഷകൻ ന്യൂസ് 8 പറഞ്ഞത്. അവിടുത്തെ പ്രാദേശികമായ CPM-ഉം CPI-യിലുമുള്ള ചില പ്രാദേശിക തർക്കങ്ങൾ, ചില വിഭാഗീയതകൾ ഒക്കെ ഇതിന് കാരണമായതായി പറയുന്നു. ഒപ്പം കെട്ടിച്ചമച്ച ചില തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയെന്നും അത് കോടതി തള്ളിക്കളയുകയായിരുന്നുവെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ന്യൂസ് 8 പറഞ്ഞു. നമ്മുടെ നീതിന്യായ സംവിധാനം അത് കുറ്റമറ്റതാകണം, കാര്യക്ഷമമാകണം. പ്രത്യേകിച്ചും പോക്സോ കേസുകളിലൊക്കെ കൃത്യമായ വിധിന്യായം വരേണ്ടതുണ്ട്. നിയമവിദഗ്ധർ സംസാരിക്കുമ്പോൾ, സാമൂഹ്യ പ്രവർത്തകർ സംസാരിക്കുമ്പോൾ 2% പോക്സോ കേസുകളിൽ 2% മാത്രമാണ് കൃത്യമായ ശിക്ഷ ലഭിക്കുന്നത് എന്നുള്ളതാണ്. എവിടെയാണ്, ആർക്കാണ് പിഴയ്ക്കുന്നത്? പണവും സ്വാധീനവുമൊക്കെ ഇത്തരം ശിക്ഷാവിധികളെ സ്വാധീനിക്കുന്നുണ്ടോ? അന്വേഷണ ഉദ്യോഗസ്ഥർ മുതൽ പ്രോസിക്യൂഷൻ്റെ അഭിഭാഷകർ മുതൽ ഏത് രീതിയിലാണ് ഇത്തരം പിഴവുകൾക്ക് വിധേയരാകുന്നത്? ഇതൊക്കെ സമൂഹം ചർച്ചയാക്കേണ്ട കാര്യമാണ്. നമുക്ക് പ്രോസിക്യൂഷൻ പ്രതിഭാഗം അഭിഭാഷകൻ സംസാരിച്ചതിലേക്ക്, അദ്ദേഹം വ്യക്തമാക്കിയ നിലപാടുകളിലേക്ക് ഒന്ന് പോകാം. അർജുന്റെ പിതാവും അവിടുത്തെ ബ്രാഞ്ച് മെമ്പറാണ്, ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് ഒരു വർഷം ഇരുന്നിട്ടുണ്ട്. മണി എന്ന് പറയുന്ന BW1, അതായത് ഈ കേസിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ കൊണ്ടുപോയതും ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ബാഡ്ജ് ഓഫ് ഓണറൊക്കെ മേടിച്ചു കൊടുക്കാൻ രാഷ്ട്രീയ സ്വാധീനം നടത്തിയതും ഒക്കെ അദ്ദേഹവും രാഷ്ട്രീയക്കാരനാണ്, ഏരിയ കമ്മിറ്റി മെമ്പറാണ്. ഇവർ തമ്മിൽ പണ്ട് തൊട്ട് രാഷ്ട്രീയമായ വിരോധമുണ്ട്. ഒരേ പാർട്ടിക്കാരനാണെങ്കിൽ രാഷ്ട്രീയമായ വിരോധമുണ്ടാകും. അവർ സ്ഥിരം ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരാൾ ബ്രാഞ്ചിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ അടുത്ത ആൾ ബ്രാഞ്ച് സെക്രട്ടറിയാക്കും. അപ്പൊ ഇതൊരു അവസരമായി കണ്ടിട്ട് ഈ ആദ്യത്തെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ മകനാണ് ഇയാൾ. അവനെ പ്രതിയാക്കാൻ വേണ്ടി, അയാളുടെ പെങ്ങളുടെ മോനെ രക്ഷപ്പെടാൻ വേണ്ടി, ഒരു പക്ഷേ ഈ ആനൽ പെൻട്രേഷന്റെ ബാക്കി സയന്റിഫിക് എവിഡൻസ് വന്നാൽ അവിടുത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മകൻ ചിലപ്പം ഇതിനകത്ത് പ്രതിയാവും എന്ന് മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയ നേതൃത്വം ആദ്യം തൊട്ടേ ഇതിന് ചല്ലുപടി തുടങ്ങി. ഞാൻ ഈ കേസ് എടുത്തതിന്റെ കാരണങ്ങൾ അതാണ്. ഞാൻ ആദ്യം തൊട്ട് വായിച്ചു നോക്കിയപ്പം ഇതിനകത്ത് ഇവൻ നിരപരാധിയാണ്, മനഃപൂർവ്വം ഇതിനകത്ത് ഉൾപ്പെടുത്തിയാണെന്ന് ഉത്തമ ബോധ്യമാണ്. അല്ലെങ്കിൽ ഞാൻ ഇനിയൊരു കേസ് വണ്ടിപ്പെരിയാർ പോയി നടത്തില്ല. കാരണം അതൊരു ജെന്യുവൻ കേസാണെന്ന് തോന്നിയതുകൊണ്ടും അവന് സാധു പയനാണെന്ന് തോന്നിയതുകൊണ്ടും ഒരു തോട്ടത്തിലായി അവരും പ്രതീക്ഷിച്ചതാണ്. ഒരു തോട്ടം തൊഴിലാളിയുടെ മോൻ ഒരിക്കലും കാര്യമായ ഒരു ലീഗൽ എയ്ഡ് കിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരു ജൂനിയർ കഴിച്ച് ഏതെങ്കിലും കേസ് നടത്തി ശിക്ഷ മേടിച്ചു വരും. സ്വാഭാവിക പോക്സോ കേസിലെല്ലാം ഇപ്പൊ അങ്ങനെ ചെയ്തു വരുന്നത്. പക്ഷെ ഞാൻ ഈ കേസ് എന്റെ കൊണ്ടു തരുമ്പോൾ ഞാൻ മൊത്തം സ്റ്റഡി ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്തു, നിങ്ങൾ എനിക്ക് എക്സ്പെൻസ് ചെയ്യാൻ ഞാൻ ഇത് നടത്തുന്നില്ല. അത് മാത്രമല്ല, വേറൊരാൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ലയത്തിൽ 18 ലയങ്ങളില് ഇവൻ മാത്രമേ ഉള്ളൂ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ബന്ധുവല്ലാത്തത്. ബാക്കി എല്ലാവരും അടുത്ത് ബന്ധുക്കൾ, അങ്ങോട്ടും ഇങ്ങനെ പരസ്പരം ബന്ധുക്കളാണ്. അപ്പൊ ആരെങ്കിലും ഒരാൾ വേണമല്ലോ പ്രതിയാക്കാൻ. അതിനുവേണ്ടി പ്രതിയാക്കിയതാ ഈ പയ്യനെ, സാധു പയ്യനെ കൊണ്ട് പ്രതിയാക്കിയതാ. ഈ പറഞ്ഞ കണക്ക് ഇന്ന് അവിടെ ഭയങ്കരമായിട്ട് ദോഷം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഇത് പഠിപ്പിച്ച് പറഞ്ഞ് നേരത്തെ ജഡ്ജിക്ക് വരെ കറക്റ്റ് ഇതെല്ലാം പഠിപ്പിച്ച് പറഞ്ഞ് നേരത്തെയുള്ള കേസിനെ മാറ്റി പറഞ്ഞാണ് ഈ കേസ് തെളിവ് കൊടുത്തത്. എത്രമാത്രം നിലനിൽക്കും ആ കേസുകൾ. നേരത്തെ പറഞ്ഞൊരു കഥയുണ്ട്, അതിൽ നിന്നൊക്കെ മാറ്റി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കേസിന്റെ എവിഡൻഷ്യറി വാല്യൂ കുറയുക. അതറിയാത്തോണ്ടാണോ ഇതിങ്ങനെ മാറ്റി പറയിച്ചൊരു കേസിന്റെ ഇന്റർവ്യൂ കൊടുക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് തെളിവിന്റെ ഭാഗത്തിനകത്ത് അത് പ്രോസിക്യൂഷൻ തന്നെ വ്യക്തമാണ്.
ഇതിന്റെ സാഹചര്യ തെളിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാഹചര്യ തെളിവ് മൊത്തത്തിൽ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പ്രോസിക്യൂഷൻ അറിയാം. ഏതൊരു സ്വാധീനമില്ല, രാഷ്ട്രീയ സ്വാധീനം. രണ്ട് CPI CPM-ന്റെ രണ്ട് പാർട്ടിക്കാരുടെ സ്വാധീനം ഇതിനകത്ത് വ്യക്തമായുണ്ട്. അതുകൊണ്ടാണല്ലോ ആ CA അവിടെ നിലനിർത്തി ആദ്യം തൊട്ട് അവസാനം വരെ CA മാത്രം നിലനിർത്തിയ ഒരു അന്വേഷണം നടത്തിയത്. വേറെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്രയോ പോക്സോ കേസുകളിൽ SP ഉൾപ്പെടെയുള്ള ആൾക്കാർ നേരിട്ട് തെളിവുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇതിന് മാത്രം CA കൊണ്ട് മാത്രം അന്വേഷണം നടത്തി? അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു അന്വേഷണം നടത്തുന്നുള്ളതല്ലേ? അതല്ലെങ്കിൽ ഒരു മുതിർന്ന പോലീസ് ഓഫീസർ വരികയാണെങ്കിൽ ചിലപ്പോൾ നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണ്ടി വന്നാൽ അല്ലെങ്കിൽ നടത്തിയാൽ സ്വാഭാവികമായിട്ടും യഥാർത്ഥ പ്രതി പിടിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് തന്നെയല്ലേ ഈ പാവപ്പെട്ട പ്രതിയെ ഇതിനകത്താക്കാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണം നടത്തി. എന്നിട്ട് അവർക്ക് അന്വേഷണ ടീമിൽ 7 പേർക്കും സർക്കാർ വക ബാഡ്ജ് കൊടുക്കാനുള്ള ഒരു തീരുമാനവും, അത് തീരുമാനം വരെ എത്തി നിന്നതാ, കൊടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചല്ലേ, അതിന്റെ ഫയൽ നമ്പറൊക്കെ എടുത്ത് വെച്ച് കാണിച്ച് ഞാൻ ചോദിച്ചല്ലേ, നിങ്ങൾക്ക് തന്നില്ല. അത് റെക്കമെൻഡ് ചെയ്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. കാരണം ഇതിന്റെ അവസാന സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് തെളിവുകൾ അപര്യാപ്തമാണെന്ന് അവർക്ക് തോന്നി. ഇത് മതിയാകത്തില്ല എന്നറിയാം. ഞാൻ പറഞ്ഞില്ല, ശാസ്ത്രീയമായ യാതൊരു അന്വേഷണം നടത്തിയില്ല, ഒരു തെളിവെടുത്തില്ല, കളക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് ആ കുട്ടിയുടെ ലേയത്തിന് തൊട്ട് തെക്കേ വീട്ടിലെ, അതായത് അവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ മൊഴിയെടുത്തില്ല. അവർ അന്നത്തെ ദിവസം ഈ 5-ാം തീയതി അവരവിടുന്ന് മാറ്റിയതാ. യഥാർത്ഥത്തിൽ അവർക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്നുള്ളത് ഞാൻ കോടതി ചോദിച്ചതാ. ആ കാര്യങ്ങളൊക്കെ യഥാർത്ഥം വന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ കേസിന്റെ ഗതി മാറും. അപ്പൊ ചില സാക്ഷികളെ വേണ്ടാന്ന് വെച്ചു, ചില സാക്ഷികളെ വിസ്തരിക്കേണ്ടെന്ന് വെച്ചു. എന്നിട്ട് തൊട്ടടുത്ത മുറി കിടന്ന് ഉറങ്ങി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ കൂടി എന്ന് പറയുന്ന ഒരു പയ്യനെ ഈ കേസിനകത്ത് കോടതി അവിടെ ലേത്തിലുള്ള 10ഓളം പിള്ളേരുണ്ട്, അവരെല്ലാവരും വിളിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്തു. പക്ഷെ ആ ഒരു പയ്യനെ മാത്രം വിളിപ്പിച്ചില്ല, അവൻ ചോദ്യം ചെയ്തില്ല. 3-ാം തീയതി ആയപ്പോൾ അവനെ കൊണ്ടുവന്ന് 3-ാം തീയതി വൈകിട്ട് കൊണ്ടൊരു മനസ്സർ സാക്ഷി ആക്കിയിട്ട് അവൻ്റെ ഒരു മൊഴി എഴുതി വെച്ചിട്ട് തന്നെ പോയി. ആ മൊഴി തന്നെ അവൻ ഡിനൈ ചെയ്ത്. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞു കൊടുത്തത്. അപ്പൊ പ്രോസിക്യൂഷൻ ഒരുപാട് മാൽ പ്രാക്ടീസ്. ഇനി അതുപോലെ തന്നെ സയന്റിഫിക് എവിഡൻസ് ഞാൻ പറഞ്ഞ എന്താ, ഈ സാധാരണ കുട്ടികൾ ഒരു അൺനാച്ചുറൽ ഡെത്ത് കഴിയുമ്പോൾ സാധാരണ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് ഒന്ന്, രണ്ടാമത് ഈ സയന്റിഫിക് എവിഡൻസ്, അതായത് സെല്ലോ ടേപ്പ് വെച്ച് അതിന്റെ കഴുത്തിലും കൈകാലുകളിലൊക്കെ ഈ സെല്ലോ ടേപ്പ് വെച്ച് എടുക്കും അതിന്റെ തെളിവുകൾ കിട്ടാൻ വേണ്ടി. ഇത് എടുത്ത് ആ പാക്കറ്റുകളിനകത്ത് 5 പാക്കറ്റ് കൊടുത്ത് 5 പാക്കറ്റ് തിരിമറി നടത്തുന്നത് ഞാൻ വ്യക്തമായി ബോധ്യപ്പെടുത്തും. കാരണം ഒരു ടേപ്പിന്റെ വീതി 2.4 ആണെങ്കിൽ ഒരു ടേപ്പിന്റെ വീതി 2.1 ഉള്ളൂ. ഞാൻ ആ സയന്റിഫിക് ഓഫീസറോട് ചോദിച്ചു, അദ്ദേഹം അവർ പറഞ്ഞു ഞാൻ എല്ലാ ഒറ്റ ടേപ്പിനാണ് എടുത്തത്. അപ്പൊ ഈ മാറ്റങ്ങൾ എവിടെ വന്നു? ഈ കോടതിക്ക് ഒരു കാര്യം ശിക്ഷിക്കണമെങ്കിൽ വ്യക്തമായ തെളിവ് വേണം. സാഹചര്യത്തിനനുസരിച്ചാണെങ്കിൽ സ്വാഭാവികമായിട്ട് വ്യക്തമായ തെളിവ് വേണം. അപ്പൊ ഇങ്ങനെ സയന്റിഫിക് എവിഡൻസിനകത്ത് പോലും വളരെ മാൽ പ്രാക്ടീസ് നടത്തി എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം കേസുകളിൽ ഒരു നിരപരാധി ശിക്ഷിക്കാൻ പറ്റുന്നതല്ലേ കോടതി. ഇന്ന് കോടതിക്കെതിരെ ഒരുപാട് ഒച്ചയമ്പകളും കേൾക്കുന്ന ഞാൻ ചാനലിൽ കണ്ടു. ഇതൊന്നും യാതൊരു ആവശ്യമുള്ള കാര്യമല്ലേ. കോടതിക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അല്ലേ? കോടതിക്ക് എന്തായാലും മുമ്പ് തെളിവ്, വിശേഷ സാഹചര്യ തെളിവാകുമ്പം ആ സാഹചര്യത്തിൽ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കേണ്ടത് പ്രോസിക്യൂഷൻ ജോലിയാണ്. അത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ വെറുതെ വിടുകയല്ലാതെ എപ്പോഴും സംശയത്തിനാണെങ്കിൽ പ്രതിക്കല്ലേ കൊടുക്കാൻ പറ്റും. ഇത് അക്വിറ്റലിനെതിരെ സ്വാഭാവിക ഒരു വിശേഷിച്ച് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ചുമതലയല്ലേ അത് അപ്പീൽ പ്രിഫർ ചെയ്യാന്നുള്ളത്. സ്വാഭാവികമായിട്ട് അപ്പീൽ ഒരു സ്റ്റേറ്റ് പോകും. സ്റ്റേറ്റിന് പോകുന്നതിന് നഷ്ടമൊന്നുമില്ലല്ലോ, ആർക്കും കക്ഷികൾക്ക് നഷ്ടമില്ല. ഈ പറഞ്ഞ അവര് കൊടുക്കണ്ട, അപ്പീൽ പ്രിഫർ ചെയ്യാനുള്ള എല്ലാം സർക്കാരും അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂഷൻ ചെയ്യും, സ്വാഭാവികമായിട്ട് ചെയ്യും. പക്ഷേ ഒരു അക്വിറ്റിനെതിരെ ശേഷം ഇത്രമാത്രം തെളിവുകൾ ഇല്ലാത്ത ഒരു കേസിനകത്ത് അക്വിറ്റിനെതിരെ പോയാൽ അപ്പീൽ പോയാൽ എന്ത് സ്കോപ്പാണുള്ളത്? ഒരു സ്കോപ്പുമില്ല. അതുകൊണ്ട് തന്നെ we are firm that nothing will happen. ഒന്നും സംഭവിക്കത്തില്ല.